ഗൈസ് സമയം നല്ല പാതിരാത്രി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു പ്രഷർ കുക്കറിൽ നിന്ന് കേൾക്കുന്ന അതുപോലത്തെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ശബ്ദം കേൾക്കുന്നിടത്തേക്ക് നോക്കിയപ്പോ വീട്ടിൽ വരാറുള്ള പൂച്ച മതിലിന്റെ മണ്ടയിൽ എന്തിനെ വിട്ട് തട്ടി കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഒരു ശബ്ദം മുന്നേ കേട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി സംഭവം ഒരു പാമ്പാണ്. നമ്മുടെ ഈ പൂച്ച ആശാത്തി മാക്സിമം പാമ്പിനെ അടിച്ചു കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. പാമ്പ് പൂച്ചയ്ക്ക് നേരെ ചീറുന്ന ശബ്ദമാണ് നമ്മൾ ഈ ചീറ്റലായി കേട്ടുകൊണ്ടിരുന്നത്. ചേണത്തണ്ടൻ അണലി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു പാമ്പിന് 360 ഡിഗ്രിയും ചരിഞ്ഞു കടിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ ഒരു കഴിവ് നമ്മുടെ പൂച്ചകൾ കേസിൽ മാത്രം വില പോകില്ല. കാരണം പൂച്ചകൾക്ക് റിഫ്ലക്സ് ആക്ഷൻ വളരെയേറെ കൂടുതലാണ്. പാമ്പ് മനസ്സിൽ കാണുമ്പോൾ പൂച്ച അത് മാനത്ത് കാണും കേട്ടോ. എന്തായാലും ഈ മിടുക്കി പൂച്ച പാമ്പിനെ എങ്ങോട്ടും വിടാതെ അവളുടെ വരുത്തിക്ക് തന്നെ നിർത്തിയിരിക്കുകയാണ്. വാവാ ചേട്ടനെ വിളിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് പാമ്പ് പെട്ടെന്ന് പ്ലാൻ മാറ്റി മതിലിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഒന്നും നോക്കിയില്ല, കയ്യിൽ കിട്ടിയ ഒരു തടിയെടുത്ത് ആശാനെ പൊക്കിയെടുത്ത് തിരിച്ചെറിയാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആശാൻ നേരെ എടുത്ത് താഴേക്ക് ചാടി കേട്ടോ. താഴേക്ക് ചാടിയ പാമ്പ് ഇവിടെ മുറിച്ചിട്ടിരിക്കുന്ന തടികളുടെ ഇടയിലേക്കാണ് കയറിയിരിക്കുന്നത്. തടിയുടെ ഇടയിൽ കയറിയിട്ടും പാമ്പ് ചീറ്റുന്ന ശബ്ദം ഇപ്പോഴും നല്ല ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇനി വീട്ടിലുള്ളവർക്ക് കുറച്ച് ദിവസത്തേക്ക് ടെൻഷൻ അടിക്കാനുള്ള കാര്യമായിട്ടുണ്ട് കേട്ടോ. തടിയുടെ ഇടയിലേക്ക് കയറിയെങ്കിലും വീട്ടിലെ പൂച്ചകൾക്ക് പാമ്പിന്റെ ഗന്ധം ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. വീട്ടിലെ പൂച്ചയും കൂടി കൂട്ടിനായി ചെന്ന് ഇവിടെ ഇപ്പോൾ ഒരു വൻ തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ വെട്ടം വെക്കുമ്പോൾ തന്നെ തടിയെല്ലാം പറക്കി മാറ്റി ഒരു മിന്നൽ റെയ്ഡ് തന്നെ വേണ്ടി വരും കേട്ടോ.